അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, കാഴ്ചകൾക്കപ്പുറമുള്ള ഒരു ലോകത്തേക്കാണ് സൂഫി ഗീതങ്ങൾ അനുവാചകരെ കൊണ്ടുപോകുന്നത്. സാധാരണ ചിന്തകൾക്കപ്പുറമുള്ള മേച്ചിൽപ്പുറങ്ങളിലാണ് സൂഫി ഗീതങ്ങളുടെ സ്ഥാനം. ഉപരിവിപ്ലവമായ സംഗീതങ്ങളിൽ നിന്ന് ആഴങ്ങളിലേക്കുള്ള സംഗീത യാത്രയാണ് സൂഫിസം. അമ്മാരത്താളെ കൈവിടണേ, അമ്മാരത്താളെ കൈവിടണേ, ആശമതിയാക്കണേ, ആശമതിയാക്കണേ, എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ, എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ. അമ്മാരത്താളെ കൈവിടണേ, അമ്മാരത്താളെ കൈവിടണേ, ആശമതിയാക്കണേ, ആശമതിയാക്കണേ, എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ, എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ. ആഗ്രഹനിഗ്രഹം എന്നത് സൂഫി പ്രവേശത്തിൻ്റെ ആദ്യ പടിയാണ്. സൂഫി മേഖല നമ്മുടെ കാഴ്ചകൾക്ക് അപ്പുറമുള്ള ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ചില പ്രത്യേക അക്ഷരങ്ങൾ, സാങ്കേതിക പദങ്ങൾ, പാട്ടിൻ്റെ മധുരം ചോരാതെ, മൊഴികളുമില്ലാതെ, രചനാ നിയമങ്ങൾ ഒന്നും തന്നെ തെറ്റിക്കാതെ സൂഫി കവികൾ ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള ഹാജി അബ്ദുറസാഖ് മസ്താൻ്റെ അപാരമായ രചനാവൈഭവം നമുക്കിവിടെ കേൾക്കാം. അമ്മാരത്താളെ കൈവിടണേ, അമ്മാരത്താളെ കൈവിടണേ, ആശമതിയാക്കണേ, ആശമതിയാക്കണേ, എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ, എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ. ഇമ്മായ വിട്ട് നീ ഓടണേ, ഇമ്മായ വിട്ട് നീ ഓടണേ, ഇമ്മായ വിട്ട് നീ ഓടണേ, ഇതിൻ്റിണയായ പരലോകം തേടണേ, ഇതിൻ്റിണയായ പരലോകം തേടണേ. ജന്മവിധി നേരണേ, ജന്മവിധി നേരണേ, ജന്മവിധി നേരണേ, ജന്മവിധി നേരണേ, എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ, എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ. ഇഹലോകം ഒട്ടും തന്നെ ശാശ്വതമല്ലെന്നും അതിന് അമിത പ്രാധാന്യം നൽകരുതെന്നും കവി നമ്മോട് ഇവിടെ ഉണർത്തുന്നു. കാരണം ഈ ദുനിയാവിൻ്റെ മായാമയൂരങ്ങൾക്ക് പിന്നിൽ ഓടിത്തളർന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമായ പരലോക സൗഖ്യത്തിൽ നിന്നും നാം ബഹുദൂരം തന്നെ അകന്നു പോകും. ആയതിനാൽ ലാമിന്നുയർന്ന മീമിലാവണേ, ലാമിന്നുയർന്ന മീമിലാവണേ, ലാമിന്നുയർന്ന മീമിലാവണേ, ലാമലിഫോടെ ഭക്തി കൊണ്ടാടണേ, ലാമലിഫോടെ ഭക്തി കൊണ്ടാടണേ. ക്ഷേമമറിയണമേ, 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 എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ, എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയും മുത്തറസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമുക്ക് കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന യഥാർത്ഥ ദീനിൽ നാം വ്യാപൃതരാവുകയും ഏക ഇലാഹായ അള്ളാഹുവിനോട് ഭക്തിയിൽ ജീവിക്കുകയും അവനോട് മാത്രം ഹൃദയമർപ്പിച്ച് ഭക്തിമാർഗത്തിൽ മുന്നേറണമെന്നുമാണ് ഹാജി അവറുകൾ ഈ വരികളിലൂടെ നമ്മോട് വിവരിക്കുന്നത്.
അമ്പത്തൊരക്ഷര ലോകമേ, അമ്പത്തൊരക്ഷര ലോകമേ, അമ്പത്തൊരക്ഷര ലോകമേ, അതിൻ്റെ അരിശോടെ പിരിശപ്പെടണമേ, അതിൻ്റെ അരിശോടെ പിരിശപ്പെടണമേ. ഇമ്പമുരിയണമേ, 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 ഇമ്പമുരിയണമേ. എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ, എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ. വെറും 51 അക്ഷരങ്ങളുടെ തടവറയിൽ സംഘസാര സാഗരത്തിൻ്റെ നീർച്ചുഴയിൽ കിടന്ന് വിയർപ്പ് മുട്ടാതെ സംസാര സാഗരം നീന്തിക്കയറി ഉത്സാഹ പൊങ്കാവനത്തിൻ്റെ പ്രകീർത്തനങ്ങളിലാവുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ പ്രകീർത്തനങ്ങളിലാവുക. എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ. റാലിയ മറലിയത്തോട്, റാലിയ മറലിയത്തോട്, റാലിയ മറലിയത്തോട്, ധന്യമായുള്ള കാമിലത്താട്, ധന്യമായുള്ള കാമിലത്താട്. എസ് കെ അബ്ദുർ റസാഖ്, എസ് കെ അബ്ദുർ റസാഖ്, എസ് കെ അബ്ദുർ റസാഖ്, എസ് കെ അബ്ദുർ റസാഖ്. എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ, എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ. അമ്മാരത്താളെ കൈവിടണേ, അമ്മാരത്താളെ കൈവിടണേ, ആശമതിയാക്കണേ, ആശമതിയാക്കണേ. എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ, എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ, എൻ കണ്ണേ ഉൾക്കണ്ണേ ഉൾക്കണ്ണേ. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.